ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നോക്കാൻ പോവാണ്. ഒരിടയിൽ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഇത്. ഞാൻ കുറച്ച് അധികം ലേറ്റ് ആയി പോയി ഈ ഒരു സാധനം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഞാനിതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ആൾക്കാർ കുറെ റിവ്യൂ, നല്ല റിവ്യൂ, മോശം റിവ്യൂ ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായി. സോ നമുക്ക് ഇത് പേഴ്സണലായിട്ട് ട്രൈ ചെയ്തിട്ട് എന്താണ്, നല്ലതാണ് ചീത്തയാണോ എന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഒരുപാട് വഴിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വന്നിട്ട്. ഇതുപോലത്തെ ഒരു കുഞ്ഞു ബോക്സിലാണ് ഇത് വരുന്നത്. ആൻഡ് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത്. ഇതിന്റെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. ഇത് കൂടാതെ ആ ഒരു ഡിവൈസും അതിന്റെ പല ഹെഡ്സും ഉണ്ട് കേട്ടോ. എത്ര, 1 2 3 ഇതിന്റെ 6 ഹെഡ്സും ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇനി എനിക്ക് മാത്രം പറ്റിയതാണോ അത് എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതിന്റെ ഈ ഒരു ചാർജിങ് കേബിള് എന്റെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഈ ഒരു ചാർജിങ്ങിന്റെ ഈ ഒരു ഹെഡ്സില്ലേ, അത് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിയ ഹെഡ്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് എന്താ എനിക്ക് മാത്രമാണ് ഇങ്ങനെ കിട്ടിയേക്കണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ വേറെ ആരും ഇങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടുമില്ല. പക്ഷെ എനിക്ക് മാത്രം എന്തോ ഇങ്ങനെ കിട്ടിപ്പോയി. എനിക്ക് ഇതിനകത്ത് കേബിളിനകത്തേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള പഴയ ഏതോ ഒരു ചാർജർ യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എനിക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ഒരു ഫ്ലോപ്പാണ് ഈ ഒരു സംഭവം. ഇനി ഈ ഒരു ഡിവൈസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് എന്താ പറയാ, ഹെഡ് തൊട്ട് ഇതിന്റെ താഴെ വരെ ഒരുപാട് സാധനങ്ങൾ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇതിന്റെ ഹെഡ്സ് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു LED സ്ക്രീൻ ഉണ്ട്. നമ്മൾ ഈ ഒരു പവർ ബട്ടൺ ഓൺ ആക്കി കഴിയുമ്പോൾ ഈ ഒരു LED സ്ക്രീനിൽ ഇതിന്റെ ചാർജ് എത്രത്തോളം ഉണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾക്ക് ഓയിലി, നോർമൽ, ഡ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഓയിലി, നോർമൽ, ഡ്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻ ഉണ്ടാവും. സോ നമുക്കിത് നമ്മളുടെ ഫേസിലുള്ള നമ്മളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞ മോഡ് ബട്ടൺ തന്നേക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നോർമലിലേക്കായി, ഡ്രൈയിലേക്കായി. ഇതുപോലെ നമുക്ക് ഞാൻ വിചാരിച്ച് അടിച്ചു പോയി. എന്തായാലും ഓഫായിട്ടിരിക്കട്ടെ. ചിലപ്പോൾ ഈ ചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ചാർജ് ചെയ്തിട്ട് വരുന്നത് പണിയായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഈ ഒരു LED സ്ക്രീനിൽ തെളിയുന്ന കാര്യങ്ങള്. അതുപോലെ ഈ പറഞ്ഞുള്ള ബട്ടൺ ഉണ്ട്, പിന്നെ അടിയിൽ ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാനുവൽ നോക്കി കണ്ടുപിടിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞോളൂ, ഇതിനകത്ത് 6 ഹെഡ്സ് തന്നിട്ടുണ്ട്. ഓവൽ ഹെഡ്, മിനി റൗണ്ട് ഹെഡ്, റൗണ്ട് ഹെഡ്, സ്മോൾ റൗണ്ട് ഹെഡ്, മിഡിൽ റൗണ്ട് ഹെഡ്, ബിഗ് റൗണ്ട് ഹെഡ്, ഇതുപോലെ ഒരുപാട് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് പലതിനും പല പല യൂസേജസ് അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓവൽ ഹെഡ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓവൽ ഹെഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മിനി റൗണ്ട് ഹെഡ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവർക്കും അതുപോലെ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർക്കും നമുക്ക് ഈ ഒരു മിനി റൗണ്ട് ഹെഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൗണ്ട് ഹെഡ് യൂസ് ചെയ്യുന്നത് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്ക് നമുക്ക് റൗണ്ട് ഹെഡ് യൂസ് ചെയ്യാൻ പറ്റും. സ്മോൾ റൗണ്ട് ഹെഡ് യൂസ് ചെയ്യുന്നത് സ്യൂട്ടബിൾ ഫോർ സെൻസിറ്റീവ് സ്കിൻ ആൻഡ് വീക്ക് പാർട്ട് ഓഫ് നമ്മുടെ സ്കിന്നിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വീക്ക് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണോ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു സ്മോൾ റൗണ്ട് ഹെഡ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മിഡിൽ റൗണ്ട് ഹെഡ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നിന് ഉണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സും അതുപോലെ ആക്നീസ് ഒക്കെ നല്ല രീതിയിൽ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാതാണ് അവർ പറഞ്ഞേക്കുന്നത്. അതുപോലെ ബിഗ് റൗണ്ട് ഹെഡ് അവർ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഹെഡ്സ് ലിഫ്റ്റ് സ്കിൻ നന്നായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത ഒരു എഫക്ട് കിട്ടാനും അതുപോലെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബിഗ് റൗണ്ട് ഹെഡ് യൂസ് ചെയ്യാം. ഈ 6 ഹെഡ്സ് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള 6 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിന് അവർ പ്രത്യേകം ഇതിനകത്ത് ഒരു പേജിൽ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫേസിൽ ഒരു നല്ല ഹോട്ട് ടബിൾ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഫേസ് ഒന്ന് എന്താ പറയാ, നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീമർ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള പോഴ്സ് ഒക്കെ നല്ല രീതിയിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഇത് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ചൂസ് ദ അപ്രോപ്രിയേറ്റ് ബ്രൗൺ ഇൻസ്റ്റന്റ്. അതുപോലെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ചിട്ടുള്ള ഹെഡ്സ് വേണം നമ്മൾ ഇതിൽ യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് മോഡും സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഈ സാധനം യൂസ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസ് നല്ല കോൾഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകണം. കാരണം നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്ന പോഴ്സ് ഒക്കെ ഒന്ന് ക്ലോസ് ചെയ്യണമല്ലോ. അത് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്,
യൂസ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു സാധനം ഒന്നുകിൽ ആൽക്കഹോൾ കണ്ടന്റ് യൂസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ കഴുകി വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ ഇത് എടുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മളിത് സൂക്ഷിച്ച് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയൊക്കെയാണ് അവർ ഈ ഒരു സാധനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. വേറെന്താ, ഇത്രയൊക്കെയാണ് അവരിനകത്ത് പറഞ്ഞേക്കുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു സാധനം ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഫേസിൽ പ്രത്യേകിച്ച് മേക്കപ്പോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഹോട്ട് ടവലൊന്നും യൂസ് ചെയ്തിട്ടില്ല സാരല്ല, അല്ലാണ്ട് നമുക്ക് എത്രത്തോളം ഇത് വരുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഏതാ ഉള്ള ഇപ്പൊ ഞാൻ യൂസ് ആക്കിയേക്കുന്നത് റൗണ്ട് ഹെഡ് എന്ന് പറയുന്ന ഈ ഒരു നോസാണ്. ഇത് നമ്മളുടെ സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. അതുപോലെ ഞാൻ ഓയിലി എന്നുള്ള ഈ ഒരു സാധനത്തിലേക്ക് മോഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. സോ ഞാൻ ഓയിലി എന്ന് പറയുന്ന ഭാഗത്തേക്ക് മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ വർക്ക് ആവില്ലയോ നോക്കാം. എൻ്റെ നോസിൽ ബ്ലാക്ക് ഹെഡ്സ് ഇല്ലെങ്കിലും ഒരുപാട് വൈറ്റ് ഹെഡ്സ് ഉണ്ട്. സോ ബ്ലാക്ക് ഹെഡ്സ് വരുന്നതിനും പെട്ടെന്ന് വരുന്നൊരു സാധനമാണ് വൈറ്റ് ഹെഡ്സ്. അപ്പോൾ നമുക്കിത് വർക്കിംഗ് ആണോ നോക്കാം കേട്ടോ. സക്കിംഗ് പവർ വലിയ കാര്യമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് പേടിയുണ്ട്. അയ്യേ, ഇതിനൊട്ടും പവറില്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച അത്ര അങ്ങോട്ട് പവർ ഇതിനില്ല. മേ ബി ഇതിന്റെ ചിലപ്പോ ഇതിന്റെ ഹെഡ്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അത് വെച്ചിട്ട് ഒന്നും വരില്ല, കാരണം ഒട്ടും പവറില്ല. വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു സാധനം ഇങ്ങനെ മുഖത്ത് ചെസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്നതിന്റെ ഒരു എഫക്ട് മാത്രമേ ഉള്ളൂ. റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിൻ എലാസ്റ്റിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓവൽ ടൈപ്പ് ഹെഡ്സ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. ഓയിലി തന്നെയാണ് കിടക്കുന്നത്. മോഡൊന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇപ്പൊ ഞാൻ നോർമലിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോർമലിൽ ഇട്ട് കഴിയുമ്പോ എന്താ സക്കിംഗ് പവർ കൂടുവോ കുറയോ എന്നൊക്കെ നോക്കാട്ടോ. എന്തോ ഒരു പവർ കൂടുതലുള്ളൂ. അയ്യോ, വേറെ ഹെഡ്സ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു റൗണ്ട് ഹെഡ്സ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് മിനി അല്ല, എന്നാ ഒട്ട് വലുതും അല്ലാത്തൊരു ടൈപ്പാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഒട്ടും പവറില്ലാട്ടാ. ഒരു സാധനം ഇതിനകത്ത് വന്നുമില്ലാട്ടാ. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇത് നല്ല രീതിയിലൊന്നും വർക്ക് ആവത്തില്ല എന്ന്. എന്നാലും ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് വാങ്ങിച്ചതായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ട് സമാധാനിക്കാൻ. ഈ ഒരു വലിയ റൗണ്ട് ഒന്ന് നമുക്ക് ഇട്ട് നോക്കാം. മേ ബി ചെറിയ വലുതാവുമ്പോ വർക്കാവുമെന്ന് പ്രതീക്ഷിക്കാലോ. ഓ, ഫൈനലി ഒരു വൈറ്റ് ഹെഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതോ ഈ കാണുന്നുണ്ടോ ഒരേ ഒരു വൈറ്റ് ഹെഡ്സ്. ഓ, അറ്റ്ലീസ്റ്റ് ഒരു വൈറ്റ് ഹെഡ്സ് എങ്കിലും നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. മേ ബി ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല ചുമന്ന, അത്യാവശ്യം കുറച്ച് അവിടെ ഒരു ചുമന്ന പാടായി. അത്യാവശ്യം കുറച്ച് എന്താ പറയാ,
ഈ ഒരു ഹെഡ്സിന് പിന്നെ കുറച്ചും കൂടെ സക്കിംഗ് പവർ ഉണ്ട് കേട്ടാ. ബാക്കിയുള്ള ഹെഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ട് ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ മാത്രം എന്തോ ഒരു ഓക്കെ. ഈ ഒരു ഹെഡ്സ് യൂസ് ചെയ്തിട്ടേ കണ്ടോ, ഈ ഒരു ഹെഡ്സ് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം ദേ കുറച്ചൊക്കെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആയി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇതേ മൂക്കിന്റെ ഇവിടെയൊക്കെ ചുമന്നൂട്ടാണ്. സോ ഇത് അത്യാവശ്യം വർക്കിംഗ് ആണ്. പക്ഷെ എങ്കിൽ പോലും അത്ര വൃത്തിയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. ഇതിലും ചീപ്പ് റേറ്റിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് കിട്ടാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് അത്ര അങ്ങോട്ട് എന്താ പറയാ, അത്രത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമൊന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവിങ് സ്ട്രിപ്പ്. ഇത് നമുക്ക് നമ്മുടെ നോസിലൊട്ടിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളുടെ മൂക്കിലൊക്കെ ഉണ്ടാകുന്ന ഇതിങ്ങനെ റിമൂവ് ചെയ്യുന്ന ഒരു കോല് പോലെ ഇരിക്കുന്ന ഒരു സാധനം. ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഷോപ്പിൽ ചെന്നാലും കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം. ഇതിന് അത്യാവശ്യം 20-30 അങ്ങനെ എന്തൊരു റേറ്റ് ആണ് ആവുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ ഇതിന്റെയൊക്കെ പകുതി വിലയാണ് ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ ആവുന്നുള്ളൂ. സോ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ്. ശരിക്കും നമ്മളുടെ എന്താ പറയാ, പൈസ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്ന പോലെ ആവും. ഇതായിരിക്കും കുറച്ചും കൂടെ വെർത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത്രത്തോളം പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ